ഹൈക്കമാൻഡും ഇപ്പോൾ സമ്മർദ്ദത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. ഇതുപോലെ ഒരു നാണം കെട്ട പാർട്ടി ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പ്രവചിച്ചിരുന്നു. അന്ത്യം സ്വയം അവർ ഒരു തരം ആത്മഹത്യ, രാഷ്ട്രീയമായ ആത്മഹത്യ, ഹരാക്കിരി, സ്വയം കുഴി അതെ, ഹരാക്കിരി നടത്തിക്കൊണ്ടിരിക്കുക. ഇത് കൂടുതലൊന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാനപ്പെട്ടതും അറിയപ്പെടുന്നതും പോപ്പുലാരിറ്റി ഉള്ളതുമായിട്ടുള്ള നേതാക്കളെന്ന് പറയുന്നത് കെ സുധാകരൻ, ഓരോ തരത്തിലും, പിന്നെ ശശി തരൂർ, കെ മുരളീധരൻ, നല്ല പോപ്പുലാരിറ്റിയുള്ള നേതാവ്, ജോയിൻറ്റ് കില്ലറുമാണ്. അപ്പോൾ BJP-ക്കാരെ തോൽപ്പിക്കാൻ എല്ലാം ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് കെ മുരളീധരനെ. അദ്ദേഹം ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ എന്ന് പറയുന്നത്, അറിയപ്പെടുന്നതുമായിട്ടുള്ള വ്യക്തിത്വങ്ങളെന്ന് പറയുന്നത്. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുകയാണ് കെ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ലെന്ന്. സാധാരണഗതിയിൽ ഇത് സംഭവിക്കാറില്ല. വളരെ ശക്തമായ സ്വരത്തിൽ ഇവർ പറഞ്ഞിരിക്കുക. അതേസമയം സർവ്വസമ്മതനായ VM സുധീരൻ ഇവിടെ KPCC പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഗ്രൂപ്പുകൾ നോക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ കേന്ദ്രം തീരുമാനിച്ചത് പ്രസിഡൻ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. തീരുമാനിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മൂന്നാം ഗ്രൂപ്പും എല്ലാവരും കൂടെ ചേർന്ന VM സുധീരനെ മാറ്റിത്തരണേ എന്നും പറഞ്ഞ് നിലവിളിയായിരുന്നു കഴിക്കാൻ. അല്ല, ഒരില്ലാതെ മാറ്റി. ഒരു പ്രസിഡന്റിന് ഒരിക്കലും സ്വസ്ഥമായിട്ട് ഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഈ പിന്നെ ഉറപ്പോട് പ്രവർത്തിക്കേണ്ട, ജനങ്ങളുടെ പൾസ് അറിയാനുള്ള കഴിവ് വേണം. അതാണ്, ജനങ്ങളുടെ പൾസ് അറിയാനുള്ളൊരു കഴിവ് വേണം. AK ആൻ്റണി പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു വൻ തോൽവിയായിരുന്നെങ്കിലും, ദുരന്തമായിരുന്നെങ്കിലും AK ആൻ്റണിക്ക് എല്ലാവരും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ അറിയാം. പത്രങ്ങളെയൊക്കെ കയ്യിലെടുക്കാം. പോപ്പുലർ, സത്യസന്ധനാണ്, താനൊരു ആദർശവാദിയാണ് എന്നുള്ളൊരു ഇമേജ് ഉണ്ടാക്കാനും അറിയാം. ഇത്തിരി കുതന്ത്രമൊക്കെ കയ്യിലുണ്ട് എന്നുള്ളത് വേറെ നമുക്കറിയാം. പക്ഷേ ഇതിനെല്ലാം യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ഒരു ആദർശ പരിവേഷവും ഒരു മതപരിവേഷം തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട്. പരിവേഷം, നിരപേക്ഷ പരിവേഷം അത് അദ്ദേഹത്തിനുള്ളത് തന്നെയാണ്. അത് അഭിനയിക്കുന്നതല്ല, ബാക്കിയെല്ലാം കുറേയൊക്കെ അഭിനയമോ അതൊക്കെ ഉള്ള ഒരാളായിട്ട് അദ്ദേഹം തിളങ്ങി നിന്നു. വ്യക്തിത്വമുണ്ട്. അത് അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു പ്രശസ്തിയും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരിരുന്ന ഒരു അന്തസ്സാണ്. കാരണം ഇത് CK ഗോവിന്ദൻ നായരിരുന്ന കസേരയാണ്. അതിനൊരു വാല്യൂ വേണ്ടേ? ഇപ്പോൾ മാതൃഭൂമിയുടെയൊക്കെ പത്രാധിപരെന്ന് പറയുന്ന KP കേശവനിരുന്ന കസേരയിൽ ഇന്ന് ഞാഞ്ഞൂലുകളാണ് ഇരിക്കുന്നതെങ്കിലും മനോരമയിലും അത് തന്നെ. തോമസ് ജേക്കബൊക്കെ അതിൻ്റെ എഡിറ്റോറിയൽ കോർഡിനേറ്ററായിരുന്ന സമയത്ത് ഇന്നിപ്പോൾ ജോസ് പനച്ചിപ്പുറം ഇരിക്കുന്നു. ആ വ്യത്യാസം പോലൊരു വ്യത്യാസം ഉണ്ടാം എങ്കിൽ തന്നെയും ഒരു സാധൂകരണം വേണേ. ഇപ്പോൾ ഇതെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ കസേര വേണമെന്നുള്ള ആൻ്റണി എന്ന് പറയുന്ന ആളിൻ്റെ ശാഠ്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ ആൻ്റണിക്ക് വേണ്ടി പാർട്ടിയെ ബലി കഴിക്കുകയാണോ ഹൈക്കമാൻഡ് ചെയ്യുന്നത്? പ്രിയങ്ക പറഞ്ഞു പോലും ആൻ്റണിയെ വേണോ അവിടെ KPCC പ്രസിഡൻ്റായിട്ട്. ഇദ്ദേഹം അവിടെ കൊണ്ടുപോയി വല്ല തിരുതക്കറിയോ വല്ലതും കൊണ്ട് കൊടുത്തു കാണും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉടനെ അവരുടെ ഈ ആഹാരത്തിൻ്റെ അഭിരുചികൾക്കനുസരിച്ച് മാറ്റേണ്ട ഒന്നാണോ KPCC പ്രസിഡന്റ് സ്ഥാനം? എന്താ സുധാകരൻ്റെ കുഴപ്പം? ഗ്ലാമർ ഇല്ലെന്നുള്ളതാണ്. അദ്ദേഹത്തിന് അസുഖമാണെന്ന് പോലെ. അദ്ദേഹത്തിൻ്റെ അസുഖമാണെന്ന് അദ്ദേഹത്തിൻ്റെ ഡോക്ടർമാരല്ലേ പറയുന്നത്. KPCC പരിശോധന നടത്തേണ്ട KPCC പോട്ടെ, അവരുടെ ഹൈക്കമാൻഡ് പരിശോധന നടത്തേണ്ട ഡോക്ടർ പ്രിയങ്ക പരിശോധന നടത്തേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ഡോക്ടർ ആൻ്റണി പരിശോധന നടത്തേണ്ട കാര്യമാണ്. അദ്ദേഹത്തിനോട് അസുഖം ഉണ്ടെങ്കിൽ അദ്ദേഹം വിശ്രമം എടുത്ത് പൊയ്ക്കോളുമെന്നേ. അദ്ദേഹം പറയുകയാണ് ഞാൻ പാർട്ടിയെ നയിച്ചോളാം. ഈ ഒരു നിമിഷം വരെ ശക്തനായിട്ട് അതിൻ്റെ ഒരു കുഴപ്പവും കാണിക്കാതെ. പിന്നെ ഇദ്ദേഹം സെമി കേഡറിൻ്റെ ആളാണ്. പിണറായി വിജയനെ നേരിടാൻ ശക്തനായിട്ടുള്ള ഒരൊറ്റ നേതാവേ ഇന്ന് കേരളത്തിലുള്ളൂ, പറയാൻ ചങ്കൂറ്റമുള്ളവർ, അത് കെ സുധാകരനാണ്. ഈ ചങ്കൂറ്റം കാണിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾക്ക് പകരമുള്ള വാക്കുകൾ ചിലപ്പോൾ അദ്ദേഹം ഉപയോഗിച്ചെന്നിരിക്കും. അങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനപ്രിയത കണ്ടില്ലെന്ന് നടിക്കരുത്. എത്ര ജില്ലാ ഘടകങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റരുതെന്ന് പറഞ്ഞ് ഒരുമിച്ച് ആവശ്യപ്പെടുന്നത്? നോക്കൂ, അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റിയാണ് അത് കാണിക്കുന്നത്. അദ്ദേഹം ഏതെങ്കിലും നെഹ്റു കുടുംബത്തിൽ ജനിച്ച ആളോ അങ്ങനെയുള്ള ആളൊന്നും അല്ല, അങ്ങനെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ആളും അല്ല. പക്ഷേ എത്ര ജില്ലാ ഘടകങ്ങളാണ് അദ്ദേഹത്തെ മാറ്റരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ മാറ്റേണ്ടത്, ഇത് ശുപാർശ ചെയ്തിരിക്കുന്നത് ദീപാദാസ് മുൻഷി എന്ന് പറയുന്ന ബംഗാളിയാണ്. സത്യം പറഞ്ഞാൽ അവരെ മാറ്റുക, ഈ കോൺഗ്രസിനെ രക്ഷിക്കുക, KPCC കേരളത്തിലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ അവരെ മാറ്റുക.
അവരിങ്ങനെ വല്ലപ്പോഴും വന്നിട്ട് ഇദ്ദേഹത്തെ മാറ്റണം, ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യം ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഇദ്ദേഹം മാറ്റണമെന്നാണോ പറയുന്നത്? അതോ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റണമെന്നാണോ പറയുന്നത്? അവരെപ്പോലെ പോളിഷ്ഡായിട്ടുള്ള ഇംഗ്ലീഷ് പറയാൻ അറിയുന്ന ആളായിരിക്കത്തില്ല, ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് പറയാൻ അറിയുന്ന ആളായിരിക്കത്തില്ല. പക്ഷേ കേരളത്തിന് ഇദ്ദേഹത്തെ മതി. ഞങ്ങൾ ബ്രിട്ടീഷുകാരൻ്റെ ഭാഷയൊന്നും അല്ല സംസാരിക്കുന്നത് കേട്ടോ, ഞങ്ങൾ വേടൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നത്, നാടൻ്റെ ഭാഷയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങൾക്കിത് മതി. അദ്ദേഹത്തിൻ്റെ ഭാഷ നോക്കിയല്ല, അദ്ദേഹത്തിൻ്റെ കഴിവ്, ചങ്കൂറ്റം, തൻ്റെ ഇടം, ആ പിണറായി വിജയനോട് എതിരിട്ട് നിൽക്കാനുള്ള ആ കരുത്ത്, മനക്കരുത്ത്, സൂര്യനെ തമസ്കരിക്കാൻ കഴിവുള്ള ഒരു മേഘം പോലെ അദ്ദേഹം നിന്നോട്ടെന്നേ. അദ്ദേഹത്തിൻ്റെ എന്ത് വേറെ ഒരു കുഴപ്പവും ഞാൻ അദ്ദേഹത്തിൽ കാണുന്നില്ല. വേറെ ഏതൊരു കോൺഗ്രസ് നേതാവിനേക്കാളും ഇന്ന് ഈ പദവി അലങ്കരിക്കാൻ യോഗ്യതയുള്ള ആളാണ്. പിന്നെ അദ്ദേഹം ഒരു തീയ സമുദായത്തിൽപ്പെട്ടതാണെന്നുള്ളതാണോ കുഴപ്പം? അതുകൊണ്ടാണോ ആഢ്യനെ വേണമെന്നുള്ളത്? അങ്ങനെ അത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആകെ കൂടെ ഇപ്പോൾ ഈ തീയ സമുദായത്തിൽ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാൾ കോൺഗ്രസിന്റെ തലപ്പത്തുണ്ടെങ്കിൽ അത് ഈ സുധാകരൻ മാത്രമേ ഉള്ളൂ. സുധാകരൻ അത് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈഴവ സമുദായത്തിന്റെ വോട്ട് മുഴുവൻ BJP കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം. അതോ നിങ്ങൾ BJPക്കും CPM വേണ്ടി തീവ്രത കൊടുക്കാൻ വേണ്ടിയാണോ നിങ്ങളുടെ വോട്ട്? എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്? കോമൺ സെൻസ് വേണ്ടേ? ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഏത് കമാൻഡ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു കോമൺ സെൻസ് വേണ്ടിയെന്നേ. നമുക്ക് സാധാരണക്കാരൻ്റെ കോമൺ സെൻസ് ഉണ്ടല്ലോ, ആ കോമൺ സെൻസിനെ ഒന്ന് തൃപ്തിപ്പെടുത്തണ്ടേ? എന്ത് കാര്യത്തിനാണ് തെരഞ്ഞെടുപ്പിൻ്റെ പടിക്കൽ കൊണ്ടിട്ട് കുടമുടച്ച് നശിപ്പിച്ച് കളയുന്നത്? സത്യം പറഞ്ഞാൽ രോഷമാണ് വരുന്നത് കോൺഗ്രസിനോട്. പിണറായി വിജയൻ്റെ ഭാഗ്യം ഈ പറയുന്നത് പോലെ ഏത് അന്വേഷണം അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുമ്പോൾ കത്തിക്കരിഞ്ഞു പോകും. ഇപ്പോൾ വരാൻ പോയൊരു പരാജയമാണ്. ആ പരാജയം പോലും പിൻവാങ്ങി ഈ കോൺഗ്രസിൻ്റെ ഇതുപോലുള്ള ഈ വികൃത പരിപാടികളുടെ മുമ്പിൽ പരാജയം, പിണറായി വിജയനെ ഗ്രസിക്കാനിരുന്ന ആ വൻ പരാജയം തോറ്റ് പിൻവാങ്ങിയിരിക്കുക. അടുത്ത തവണ അദ്ദേഹത്തിനെ വരുത്തും ഈ കോൺഗ്രസ്സുകാർ കൂടിക്കൊണ്ട് പണ്ടാരമടങ്ങാൻ എന്നേ പറയാം. പക്ഷേ ഇത് കോൺഗ്രസിനകത്ത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ ക്രൈസ്തവ വോട്ട് ഏകീകരിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ പേരിലാണ് ആൻ്റണിയെയും അല്ലെങ്കിൽ സണ്ണി ജോസഫിനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? ക്രൈസ്തവ വോട്ട് കണ്ണു വെച്ചുകൊണ്ട്. ക്രൈസ്തവർ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം കാരണമാണ് ക്രൈസ്തവർ മാറിപ്പോയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുമോ ഇവർ? അതിന് നിങ്ങൾ ചെയ്യേണ്ട വഖഫ് ബില്ലിനെ അനുകൂലിക്കുകയാണ് വേണ്ടത്, പരിഷ്കരണത്തെ. വഖഫ് ബിൽ ഭേദഗതിയെ അനുകൂലിക്കുകയാണ് വേണ്ടത്, ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കിട്ടണം. അതല്ലാതെ നിങ്ങൾ ചുമ്മാത കടന്ന് ഇതിനെ ഇങ്ങനെയൊന്നും അത് ശരി. അപ്പോൾ അതിന് പകരമായിട്ടൊരു ഇയാളെ എടുത്ത് വെച്ച് വോട്ടറിനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാർട്ടിയെ രക്ഷിക്കാവുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പല കഷ്ണങ്ങളായി പോകും, നശിച്ചു പോകും കോൺഗ്രസ്. ഇനിയെങ്കിലും വിവേകം കാണിക്കുക. അല്ലെങ്കിൽ ഇതിനേക്കാളും ഒരു മതേതര മുഖമുള്ള ബെന്നി ബെഹനാനുണ്ടല്ലോ, ഈ ബെന്നി ബെഹനാൻ ഈ യാക്കോബായ സഭയിൽ വരുന്നതല്ലേ, അത് കൂടുതലായിട്ടും ഈ ഒരു പിണറായി പക്ഷത്തിൽ നിൽക്കുന്ന ആണ് ആ സഭ. അവരെ പിടിക്കരുതോ അത് വെച്ചിട്ട്? നല്ല ഒരു മാന്യനായ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളോ അല്ലെങ്കിൽ ഒരു വർഗീയനാണ്. ബെന്നി ബെഹനാനെതിരെ ഉമ്മൻചാണ്ടിയെ ചതിച്ച ആളാണെന്ന് വരെ പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ ചതിച്ചതാണോ അത്? എങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വെക്കുന്നു. ഇനിയിപ്പോൾ എന്ത് പറയാനാണ്? നിങ്ങൾക്ക് നേതാവില്ലെന്നുള്ളതാണ്. കരുണാകരനെ പോലെ പൾസറിയാവുന്ന ഒരു നേതാവില്ല, AK ആൻ്റണിയെ പോലെ സമർത്ഥനായിട്ടുള്ള ഒരു നേതാവില്ല, ആരുമില്ല. ഇപ്പോൾ നിങ്ങളുള്ളത് വെച്ച് നിങ്ങൾ നശിച്ചു. ഇപ്പോൾ അല്ല എന്താ പറയുക, ഒരൊറ്റ നേതാവ് നല്ലതില്ല. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ലത്, ഉള്ളതിൽ ഭേദം സുധാകരൻ തന്നെയാണ്. പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കണക്ക് തന്നെ. എനിക്കിപ്പോൾ പറയാം, K മുരളീധരൻ കൊള്ളാം. ഞാനിത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ K മുരളീധരൻ മുമ്പ് ഒരിക്കൽ KPCC പ്രസിഡന്റാണ്, സമർത്ഥനാണ്, ഉള്ളത് തുറന്നു പറയുന്ന ആളുമാണ്, തൻ്റെ ഇടവും ഒക്കെ. കരുണാകരൻ്റെ മകനായതുകൊണ്ട് ഞാൻ പറയുകയല്ല, അതിന് തൻ്റെ ഇടമുള്ള ആളുമാണ്, പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ള ആളുമാണ്. ഒരു വിശ്വാസം ജനങ്ങൾക്ക് അദ്ദേഹത്തിലുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.